PM-ശ്രീ പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ച ചെയ്തു. കഴിഞ്ഞ ഗവൺമെൻറ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം. അതിനെ ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. 2, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ് നൽകണം എന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PM-ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി എം ജോൺ, ശ്രീ PC വിശ്വനാഥ്, CM ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് സമർപ്പിക്കും. 2024 തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് 2024 അതടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റാണ് ഒപ്പുവെച്ചത്, ഞങ്ങളെല്ലാം ഒപ്പുവെച്ചത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM-ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതല്ലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. വേറെ ചോദിക്കും. അല്ലല്ലേ, പദ്ധതിയിൽ നമ്മൾ തുടരാൻ നമ്മൾ നിർബന്ധിതരാണ്. കാരണം ഓൾറെഡി എഗ്രിമെന്റ് വെച്ചു. അതിന്റെ ലീഗൽ സ്റ്റേറ്റസ് എന്താണ്? നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇവിടെ ചോദിച്ചതുപോലെ നമ്മൾ സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ബാധിക്കാതെ. ഇപ്പൊ NEP കുറിച്ച് പറഞ്ഞു. NEP നേരത്തെ നടപ്പാക്കി. കേരളത്തിൽ ഹയർ സെക്കൻഡറിയിലെ 12 വിഷയങ്ങൾ NCERT ആണ് കൊടുക്കുന്നത്. 40 വിഷയങ്ങൾ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. NEP നേരത്തെ അങ്ങനെ തന്നെയാണ് നേരത്തെ നടപ്പാക്കി തുടങ്ങി NEP-യുടെ. അല്ല, അതിന് ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെന്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് എഗ്രിമെന്റ് വെച്ചാണ്, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എഗ്രിമെന്റ് വെച്ചാണ്. ഞാൻ ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട് വരെ വായിക്കാം. ധനകാര്യ വകുപ്പിന്റെ ആ കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്ത് ഫിനാൻഷ്യൽ ക്ലിയറൻസ് കൊടുത്തു. എല്ലാ ക്ലിയറൻസും കൊടുത്തിട്ടാണ് ഗവൺമെന്റ് പോയിട്ട് ഒപ്പുവെച്ചത്. എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു. ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി ഇതിൽ ഒപ്പുവെച്ച BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് കൂടി സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ജോയിന്റ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ തൊടാത്ത രീതിയിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ തീരുമാനം എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റുകളും ഒപ്പുവെച്ചു. അവരെന്താ പറഞ്ഞിരുന്നത്? അവർ ഒരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നാണ് തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നത്. ഒപ്പുവെക്കില്ല. ഞങ്ങൾ എന്തിനാ എതിർത്തത്? നിങ്ങൾ അന്നത്തെ എൻ്റെ മറുപടി കേട്ടു നോക്ക്. ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി ഇവർ പോയി ഒപ്പുവെച്ചു, ആരെ അറിയിക്കാതെ. എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം അറിയാം ഇതിൽ ഒപ്പുവെച്ച കാര്യം. എന്നിട്ട് CPI മന്ത്രിമാർ അപ്പോഴും ഒപ്പുവെക്കരുത് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ. മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തിയാണ് അന്ന് ഒപ്പുവെച്ചത്, ആരോടും പറയാതെ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഒപ്പുവെക്കുന്നു. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത്, 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട്. പണം ഇപ്പം 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ലല്ലോ. ഈ പണം ഈ പണം നമുക്ക് വേണ്ടേ? നമ്മൾ കൊടുക്കുന്ന GST-യുടെ പകുതി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന GST-യുടെ പകുതി, ഇവിടെ നിന്ന് കൊടുക്കുന്ന ഇൻകം ടാക്സ് മുഴുവനായി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് അവർ നൽകുന്ന ഔദാര്യമല്ല. ഒരു കാരണവശാലും ഒരു വർഗീയ അജണ്ടയോ ഒരു കമ്മ്യൂണൽ അജണ്ടയോ നടപ്പാക്കാൻ സമ്മതിക്കാതെ കരിക്കുലത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയേ നമ്മൾ ചെയ്യുള്ളൂ.